ഇവിടെ കമൽ എന്നുള്ള സംവിധായകന്റെ ലൊക്കേഷനിൽ മോഹൻലാല് മണിക്കൂറുകളോളം ആ നടിക്ക് വേണ്ടി കാത്തിരുന്നുണ്ടാലും മനഃപൂർവ്വമാണ് അവർ വരാതിരുന്നത്. അങ്ങനെ ഒരു കടും കൈകൾ അവർ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസ് മുതലാണ് നടൻ ദിലീപിന്റെ പേര് മോശമായ രീതിയിൽ പലപ്പോഴും കേൾക്കാൻ തുടങ്ങിയത്. പല റൂമറുകളൊക്കെ അവിടെ ഇവിടെയുമായി ഉയർന്നിരുന്നുവെങ്കിലും പക്ഷെ അതിനൊന്നും ചെവി കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസോടുകൂടി ഒരു കാര്യം സ്ഥാപിക്കപ്പെട്ടു. ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ നടി കാവ്യ മാധവനുമായി ഉണ്ടായിരുന്നുവെന്നും അതുവരെ കേട്ടുകൊണ്ടിരുന്നതൊക്കെ ഇതിനെ തുടർന്നായിരുന്നുവെന്നുമൊക്കെ മലയാളി മനസ്സിലാക്കി. എന്നാൽ നടി കാവ്യ മാധവനുമായി മാത്രമാണോ ദിലീപിന് ബന്ധമുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പ്രമുഖ സിനിമാ ജേർണലിസ്റ്റായ പെല്ലിശ്ശേരി പറയുന്നത് ഇതേക്കുറിച്ച് ഇങ്ങനെയാണ്. നടൻ മോഹൻലാൽ മണിക്കൂറുകൾ കാത്തിരുന്ന ഒരു നടി ഉണ്ടായിരുന്നു. ആ നടി അന്ന് വന്നില്ല മോഹൻലാലിന് വേണ്ടി. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അതേക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ദിലീപ് പക്ഷേ ആ നടി ദിലീപിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? അപ്പോൾ ദിലീപിന് ഈ കാവ്യ മാധവനുമായി മാത്രമല്ല ബന്ധമുണ്ടായിരുന്നത്, മറ്റനേകം നടികളുമായിട്ടും ബന്ധമുണ്ടായിരുന്നുവെന്ന് പെല്ലിശ്ശേരി പറയുന്നു. ഒരാളുടെ പേരും മനഃപൂർവ്വം നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെന്തിനാണ് അവരുടെ പേരുകൾ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് കുറേ പേരുണ്ട് ഇവിടെ. അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഭീഷണിക്ക് വഴങ്ങിയോ മറ്റു പല പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങിയോ ദിലീപിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. അത് പറയപ്പെടുന്നതാണ്. അല്ലാതെ ഞാൻ അവരുടെ പുറകെ പോയിട്ട് എനിക്ക് തെളിവ് തരൂ, ഞങ്ങളിത് പറയട്ടെ കൊടുക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ദിലീപിനോടൊപ്പമുള്ളവർ, ദിലീപിനോട് അടുപ്പമുള്ളവർ, ദിലീപ് മനസ്സ് തുറന്നവർ, അവരിൽ നിന്നും പകർന്നു കിട്ടിയ വാർത്തകളും സംഭവങ്ങളുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. നമ്മളൊന്നും ബഹളമൊന്നും വയ്ക്കാറില്ല. ഒരു പ്രത്യേക രീതിയിൽ ആരെയും ക്രൂശിക്കണമെന്ന് ഒരു താല്പര്യവും നമുക്കില്ല. കാരണം ഈ രാജ്യത്ത് നിരന്തരമായി പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ദിലീപിൻ്റെ കൂടെ ചേർന്ന കുറേ നടികളെക്കുറിച്ച്. അല്ലാതെയുണ്ട്, കുറ്റം ചെയ്യുന്നവർ പലരും ഇവിടെയുണ്ട്. ഇപ്പം ഞാനിവിടെ പറയുന്ന ചിലര് ദിലീപിനെ പേടിച്ച് ദിലീപിനോടൊപ്പം നിന്ന് പെട്ടുപോയ ചിലരുണ്ട് ഇവിടെ, പെടാത്ത ചിലരുണ്ട് ഇവിടെ, മോഹവിലയ്ക്ക് കീഴടങ്ങിയവരുണ്ട് ഇവിടെ. അതേസമയം ദിലീപുമായി ബന്ധമില്ലാതെ ദിലീപിനെ എതിർത്ത് നിൽക്കുന്നവരും ചില കെണികളിൽ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാം. ഈ നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്തകളുണ്ടായി ശ്രദ്ധാകേന്ദ്രമായ മാറിയപ്പോൾ തന്നെ കോട്ടയത്ത് വെച്ച ഒരു പ്രമുഖ നടി ഇത്തരം കാര്യങ്ങൾക്ക് വിധേയായി എന്നും അവരുടെ എല്ലാം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണമുണ്ടായിരുന്നു. അന്ന് ആ നടിയെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവരിവിടുന്ന് മുങ്ങി. അവർ വന്നാൽ സത്യം തുറന്നു പറയുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു അന്ന്. പക്ഷെ ആ നടി ഇവിടുന്ന് മുങ്ങിയിട്ട് പൊങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് ആലോചിക്കണം. പിന്നീട് അവർ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. അവരവരെയോ മതിയാക്കി, വിവാഹവും കഴിച്ചു. പിന്നീട് അറിഞ്ഞു വിവാഹബന്ധം ആടി ഉലഞ്ഞു നടക്കുകയാണെന്ന്. സിനിമ വേണ്ടെന്ന് വെച്ചു. സിനിമ വേണ്ടെന്ന് വെച്ചാൽ അവരായിട്ട് വേണ്ടെന്ന് വെച്ചതല്ല, അവരുടെ കയ്യിലിരിപ്പിൻ്റെ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യം കൊണ്ടാണ് അവർക്ക് പടം കുറഞ്ഞത്. അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ നല്ല നടിയാണെന്ന് ആലോചിക്കണം. ഇവിടെ കമൽ എന്നുള്ള സംവിധായകന്റെ ലൊക്കേഷനിൽ മോഹൻലാല് മണിക്കൂറുകളോളം ആ നടിക്ക് വേണ്ടി കാത്തിരുന്നുണ്ടാലും മനഃപൂർവ്വമാണ് അവർ വരാതിരുന്നത്. അങ്ങനെ ഒരു കടും കൈകൾ അവർ ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് ആലോചിക്കണം. അവർ മദ്യപിച്ച് ലെക്ക് കെട്ട് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇതൊക്കെ കള്ളമല്ല, നേരിൽ കണ്ട അനുഭവങ്ങളാണെന്ന് ആലോചിക്കണം. അവർക്ക് പലരെയും പുച്ഛമായിരുന്നു ആലോചിക്കണം. അന്ന് അവർ പ്രണയം കൊണ്ട് നിറഞ്ഞ മനസ്സുമായി പലരോടും, പല കലാകാരന്മാരും ബന്ധപ്പെട്ടിരുന്നു കല്യാണത്തിന് മുൻപ്. പലരെയും മോഹിച്ചു.
നമ്മുടെ ഇവിടെ മലയാളത്തിലെ ഒരു ജൂനിയർ സൂപ്പർ സ്റ്റാറുമായി അവർക്ക് അടുപ്പമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്രമാത്രം അടുപ്പം പല രീതിയിലും, അതായത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അടുപ്പമുണ്ടായിരുന്നു. അയാൾ അവർക്ക് വിലപ്പെട്ട സമ്മാനവും കൊടുത്തിരുന്നു. ആ സമ്മാനം പിന്നെ കളഞ്ഞു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമ്മാനം കളഞ്ഞതിന് കൂട്ടായി നിന്ന് അവർ സഹോദരിയാണെന്നും ഈ സിനിമാ രംഗത്തെ പ്രചരണമാണെന്ന് ആലോചിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടും നഷ്ടം സഹിച്ചുകൊണ്ട് അവർ ഗൾഫിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ അവർ ഗൾഫിൽ പോയത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ തിരിച്ചു വന്നിരിക്കുന്നു. കുടുംബ സംവിധായകനായ ഒരു സംവിധായകൻ്റെ പുതിയ പടത്തിൽ നായികയായി അവർ തിരിച്ചു വന്നിരിക്കുന്നു. ആ തിരിച്ചു വന്നപ്പോൾ തന്നെ അവരെക്കുറിച്ച് പുതിയ പുതിയ കഥകൾ വന്നിരിക്കുന്നു. കാരണം പഴയ സംഭവങ്ങളെ ചൊല്ലി അവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നു. പക്ഷെ അവരൊന്നും തുറന്നു പറയുന്നില്ല. കാരണം തുറന്നു പറഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം പറഞ്ഞത് കേട്ടത് സത്യമാണെങ്കിൽ അവരുടേതായ ദൃശ്യങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തും എന്നുള്ള ഭീഷണിയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അവർ സഹകരിക്കാത്തത്. മറ്റൊരു നടി, യുവ നടി, ലോഹിതദാസ് കൊണ്ടുവന്ന നടി തന്നെയാണെന്ന് ആലോചിക്കണം. ഈ നടിയും ലോഹിതദാസ് തന്നെയാണ് കൊണ്ടുവന്ന് ആലോചിക്കണം. ആ ലോഹിതദാസ് കൊണ്ടുവന്ന നടിയുടെ കാര്യം വളരെ വ്യക്തമായി എഴുതിയപ്പോൾ തന്നെ നിഷേധിച്ചു. പിന്നെ അതെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറയേണ്ടി വന്നു. അവര് പീഡനത്തിനിരയായ നടിയുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. കോടതിയിൽ അവർ മൊഴി മാറ്റി പറഞ്ഞു. അതിൽ ലക്ഷങ്ങളാണ് അവർക്ക് കിട്ടിയത്. ഇപ്പോൾ അവരുടെ കുടുംബജീവിതവും തകർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെയും ഒരു നടി, നർത്തകി കൂടിയായ നടി, അവരും ഗൾഫ് രാജ്യത്താണ് നടി. അവരും ഈ കേസുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ നടികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ആലപ്പുഴയിലെ ഒരു ലോഡ്ജിൽ നമ്മൾ അറിയപ്പെടുന്നൊരു നടി പീഡനത്തിനിരയായി. അതന്ന് വാർത്ത വന്നതാണ്. ആ വാർത്തകൾ വളച്ചൊടിച്ചു. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ അന്ന് പോയി. അതിൻ്റെ പുറകെ പോയപ്പോൾ ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ FIRന്റെ കോപ്പി ഞാൻ തട്ടിയെടുത്തു പറയുമ്പോൾ ഭീഷണിപ്പെടുത്തി. ആ കോപ്പി എനിക്ക് കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ആ വാർത്ത കൊടുത്തപ്പോൾ ഞാൻ ആ FIRന്റെ കോപ്പി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പോഴും FIR ഇല്ലെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ FIR ഉണ്ട്. ആ നടി പ്രമുഖമായ ഒരു നടിയാണ്. പ്രമുഖനായ സംവിധായകനാണ് നടിയെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവരൊരു മിശ്ര വിവാഹിതയാണ്. ഇപ്പോഴും സജീവമാണ്. ദിലീപ് കേസിനെതിരെ നിൽക്കുന്നവരാണെന്ന് ആലോചിക്കണം. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പലരും പറയാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണത്. ഇത് നമ്മുടെ ലിസ്റ്റിലുള്ളതല്ല. ഇതൊക്കെ ഖേദകരമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അധികാരവും പണവും വേണ്ടപ്പെട്ടവരും ഉണ്ടെങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി തീരുന്നു. നമുക്കൊക്കെ ഇതൊന്ന് കാണാനും കേൾക്കാനുമല്ലേ പറ്റൂ. നമ്മുടെ കയ്യിൽ അധികാരമില്ല എന്നുള്ളതാണ്. അധികാരമുള്ളവൻ്റെ കയ്യിൽ പല വിലങ്ങുകളും വീണിരിക്കുന്നു.